Hello friends, how are you? Hope you are getting prepared for our plus one improvement examination. Am I right? As promised earlier, we are going to discuss the second poem in your plus one course book, that is Death the Leveler. First of all, about the poet. James Shirley is known as the last of the Elizabethans. He was a prolific writer for the stage. He also published 4 small volumes of poems and plays. വില്യം ഷേക്സ്പിയറിൻ്റെ സമകാലികനായിരുന്നു ജെയിംസ് ഷേർലി. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളും കവിതകളും ഏറെ പ്രശസ്തമാണ്. Now let's get into the theme of the poem. Death is a great leveler. It's a universal truth. Death comes to all and spares none. എല്ലാവരെയും തുല്യരാക്കുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. വലിപ്പ ചെറുപ്പമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഇല്ലാതെ, രാജാവെന്നോ പ്രജയോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ് മരണം. The mighty and the weak, the rich and the poor cannot escape from the icy hands of death. മരണത്തിൻ്റെ തണുത്തുറഞ്ഞ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. Therefore, it is useless to boast of the glories of one's birth, caste, religion and possession. The only thing that remains after death is our good deeds. നോക്കൂ, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പൊങ്ങച്ചങ്ങളാണ്. പണത്തെക്കുറിച്ചും പ്രശസ്തിയെക്കുറിച്ചും തറവാട്ടു മഹിമയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും സ്ഥാനമാനങ്ങളെക്കുറിച്ചുമെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അഹങ്കരിക്കുന്നു. എന്നാൽ മരണശേഷം നിലനിൽക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു വെച്ച നല്ല പ്രവൃത്തികൾ മാത്രമാണ്. The goodness we do when we are alive will live on in the hearts of people even after our death. Man is mortal, born of the dust, and to this dust we must go. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളെക്കുറിച്ചാണ് മരണശേഷവും നമ്മൾ ഓർക്കപ്പെടുന്നത്. മനുഷ്യൻ നശ്വരനാണ്. മണ്ണിൽ നിന്ന് വന്ന നമ്മൾ മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് എന്ന ഗഹനമായ ചിന്ത നമ്മളിലേക്ക് പകരുന്നതാണ് Death the Leveler എന്ന poem. Now the summary of the poem. It's an outstanding funeral poem by James Shirley. Its title unequivocally indicates its theme. Death is an impartial personality, but the only problem is that he comes uninvited and snatches away the gift of life. മികച്ച ഒരു ഫ്യൂണറൽ പോയമാണ് Death the Leveler. വളരെ അർത്ഥവത്തായ ഒരു ടൈറ്റിലാണ് ഈ പോയത്തിൻ്റേത്. യാതൊരു പാർഷ്യാലിറ്റിയുമില്ലാത്ത ഒരു വ്യക്തിത്വമാണ് മരണം. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ക്ഷണിക്കപ്പെടാതെ വരികയും നമ്മുടെ ജീവിതം തട്ടിപ്പറിച്ചെടുക്കുകയും ചെയ്യും. ലൈഫ് ഓൺ എർത്ത് ഇറ്റ്സെൽഫ് ഈസ് എ ബബിൾ. ജീവിതം ഒരു നീർക്കുമിള തന്നെയാണ്. നീർക്കുമിളയുടെ പ്രത്യേകത എന്താണ്? വി കനോട്ട് പ്രെഡിക്റ്റ് വെൻ ഇറ്റ് വിൽ ബേസ്റ്റ്. അതെപ്പോൾ പൊട്ടിപ്പോകുന്നത് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. അവർ ഹെറിറ്റേജ് ആൻഡ് ഫാമിലി ഓണർ gives us status and importance in society. നമ്മുടെ പാരമ്പര്യവും കുടുംബ മഹിമയുമെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നു. Our education, wealth and position determine who we are in society. സമൂഹത്തിൽ നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പഠിപ്പും പണവും സ്ഥാനമാനങ്ങളുമെല്ലാമാണ്. But
These high positions by birth or otherwise are short-lived. Death comes unexpectedly and we cannot hide from it. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ഈ പണവും സ്ഥാനമാനങ്ങളും എല്ലാം നൈമിഷികം മാത്രം. മരണം അപ്രതീക്ഷിതമായി കടന്നു വരും. അതിൽ നിന്നും ഓടിയൊളിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. But the goodness in him, the just actions, the love and care he showered on his family and friends will live on. Only these things will leave memories on the sands of time. Those memories will blossom in dust. നമ്മളിലെ നന്മകൾ, നമ്മൾ ചെയ്ത സത്യസന്ധമായ കാര്യങ്ങൾ, കൂട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും മേൽ നമ്മൾ വർഷിച്ച സ്നേഹം, ഇതിലൂടെയായിരിക്കും നമ്മൾ മരണശേഷം ഓർക്കപ്പെടുന്നത്. ഇത്തരം നല്ല ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മരണത്തെ പുൽകേണ്ടത്. So that's a summary of the poem. Now let's go to the poetic devices used in the poem. First of all, let us see which are the figures of speech used in the poem. Metonymy, oxymoron, personification and transferred epithet. മെറ്റോണിമിക്ക് എക്സാമ്പിളാണ് scythe and spade, scepter and crown. Oxymoron, victor, victim. Personification, death lays his icy hand and called tomb. Transferred epithets, boast no more of your mighty deeds. Actions of the just smell sweet. Death's purple altar. ഇതിൽ പെർസോണിഫിക്കേഷൻ പരിചിതമായിരിക്കും. മെറ്റോണിമി എന്താണെന്ന് ഒന്ന് നോക്കാം. Here, scepter and crown reminds us of a king. Scepter and crown എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രം ഒരു രാജാവിൻ്റെതാണ്. Scepter and crown are both ornamental and signs of personality. It's armor to the king. രാജാവിൻ്റെ അലങ്കാരങ്ങളാണ് കിരീടവും ചെങ്കോലും. അതുപോലെ തന്നെ the scythe and spade are not ornamental, but they are the tools of a farmer or a common man. It's an armor to him. So the figure of speech used here is metonymy. Now the next one is oxymoron, victor, victim. An oxymoron is a self-contradicting word or group of words. For example, loving, hate, pleasing, pain and victor, victim. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? രണ്ട് വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ വാക്കിൻ്റെ ജസ്റ്റ് കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് ആണ് രണ്ടാമത്തെ വാക്കിനുള്ളത്. ലവിങ്, ഹേറ്റ്. ഹേറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ലവ്. പ്ലീസിങ്, പെയിൻ. പെയിൻ എന്ന് പറഞ്ഞാൽ പ്ലീസിങ് ആണോ? അല്ലേ അല്ല. ബട്ട് വെൻ ദീസ് ടു വേർഡ്സ് ആർ യൂസിങ് ടുഗെദർ വി കോൾ ഇറ്റ് ആസ് ഓക്സിമറോൺ. വിക്ടർ, വിക്ടിം. വിക്ടർ എന്ന് പറഞ്ഞാൽ ജേതാവാണ്, വിക്ടിം എന്ന് പറഞ്ഞാൽ ഇരയാണ്. Now the next one is transferred epithet. Epithet is a word or phrase which describes the main quality of someone or something. A happy person. സന്തോഷവാനായ ഒരു വ്യക്തി. Epithets are usually adjectives like happy that describe a noun like person. Transferred epithet is when this adjective is transferred to a different noun like happy birthday. The person who is celebrating his birthday is happy. For examples, sleepless nights, wide-eyed amazement. The person becomes wide-eyed due to amazement. അത്ഭുതം കൊണ്ട് ഒരു വ്യക്തിയുടെ കണ്ണ് വൈഡായി. So that is transferred epithet. Now the structure of the poem. 24 lines compiled into 3 stanzas. 3 സ്റ്റാൻസകളായി 24 ലൈൻസ്. An ocean of meaning.
embedded in it. ഈ 24 വരികളിലൂടെ അർത്ഥത്തിൻ്റെ ഒരു സമുദ്രം തന്നെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. It's more or less a ballad type of poem with the rhyme scheme AB, AB, CC, DD. The imagery. The poem abounds in imagery associated with war, death and farming. വാങ്മയ ചിത്രങ്ങൾ ഇഷ്ടം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. വാർ ഇമേജറീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഡെത്ത് ഇമേജറീസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഫാമിംഗ് ഇമേജറീസും ഉപയോഗിച്ചിട്ടുണ്ട്. And the poet makes use of many couplets. 2 lines of poetry that are of the same length and rhyme each other. വളരെ ഷോർട്ടായിട്ടുള്ള 2 ലൈൻസ് സെയിം ലെങ്ത് ആയിരിക്കും and rhyme each other. The relevance of the poem. The poem, short but precise, has presented a universally relevant theme. The harsh realities of death and fate are portrayed clearly. വളരെ റിലവൻ്റ് ആണ് തീം. വളരെ ചെറിയ ഒരു പോയമാണെങ്കിലും മരണവും വിധിയും നാം ഓരോരുത്തരും നേരിടേണ്ടതാണ് എന്ന സത്യവും അതിനെ തടയാനാവില്ല എന്നീ വസ്തുതകൾ ഈ കവിതയിലൂടെ വ്യക്തമായി ചിത്രീകരിച്ചിരിക്കുന്നു. മെസ്സേജ് ഓഫ് ദ പോം. ദ പോം ഈസ് എ വാർണിംഗ് ആൻഡ് റിമൈൻഡർ ടു us that we must not be proud of social status and riches. We must be aware of the fact that there is no armor against fate. ഈ കവിത ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതം നൈമിഷികമാണെന്നും ഈ ലോകത്ത് നമ്മൾ നേടിയ ഒന്നിനും മരണത്തെ തടുക്കാൻ ആവില്ല എന്നുമുള്ള മെസ്സേജാണ് ഈ കവിതയിലൂടെ നൽകിയിരിക്കുന്നത്. Now let's come to the conclusion. The poem seems frightening because the pleasures of life seem precious to each one of us. We fear fate and death. ഈ കവിത വായിക്കുമ്പോൾ പലപ്പോഴും പേടി തോന്നുന്നുണ്ട്. കാരണം ജീവിതത്തിലെ സന്തോഷങ്ങളെ നമ്മളെല്ലാവരും വളരെ വിലമതിക്കുന്നു എന്നുള്ളത് തന്നെ. മരണത്തെ നമുക്കെല്ലാം പേടിയാണ്. The poem may seem negative too. കവിത വായിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് തോന്നുന്നുണ്ട്, ഒരു ഭയം നമ്മെ പിടികൂടുന്നു. ബട്ട് ജെയിംസ് ഷേർലി ആഡ്സ് എ പോസിറ്റീവ് നോട്ട്. പക്ഷേ കവിത അവസാനിപ്പിക്കുന്നത് ഒരു ശുഭ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ്. A ray of hope flickers, a solution for life after death, a way to make memories live on. മരണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോഴും മരണശേഷവും നമ്മുടെ ജ്വലിക്കുന്ന ഓർമ്മകൾ നിലനിർത്താൻ നമുക്ക് കഴിയും. അതിന് ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് തന്നെ നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഈ കവിത അവസാനിക്കുന്നത്. ഡെത്ത് ലെവലർ എന്ന പോയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ട്രൈ ടു റൈറ്റ് ആൻ അപ്രീസിയേഷൻ in your own words, in your own language. Okay? See you soon with the next poem. Till then, bye.